എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചില അവസരങ്ങളിലെങ്കിലും അപമാനം സഹിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഉണ്ടാകും. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും നിമിത്തമോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് കാരണമോ ചെറിയ രീതിയിലെങ്കിലും അപമാനിതരാകാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വേണമെങ്കിലും പറയാം. ചിലപ്പോൾ സ്വന്തം തെറ്റുകൾ കൊണ്ടാകാം അപമാനിക്കപ്പെടുന്നത്. അത് ഒരു പക്ഷേ നമുക്ക് സഹിക്കാനാകുന്നതായിരിക്കും. അല്പാൽപമായി മറന്നു പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നും അല്പം പോലും തെറ്റില്ലാതെ നമ്മളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുവാനായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തിയാൽ അത് നമുക്ക് താങ്ങാനാവുന്നതായിരിക്കില്ല. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ പലരും അവരെ അധിക്ഷേപിച്ചവരോട് അതേ ഭാഷയിൽ തന്നെ പ്രതികരിക്കുവാൻ തുടങ്ങും. എന്നാൽ മറ്റു ചിലർ നിശബ്ദത പാലിക്കുകയും അത് സഹിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ നിരവധി ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇതിനെല്ലാം കാരണം അപമാനിക്കുന്ന വ്യക്തി, അതായത് നമ്മെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്ന വ്യക്തി നമ്മളെക്കാളും കരുത്തുള്ളവനോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ളവനോ ആയിരിക്കും. ആരെങ്കിലും നിങ്ങളെ അപമാനപ്പെടുത്തുമ്പോൾ അവനെ അവൻ്റെ ഭാഷയിൽ തന്നെ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ പാടില്ല. കാരണമെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നിങ്ങളെ എങ്ങനെയും പ്രകോപിപ്പിക്കലായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അപ്പോൾ അവരോട് എതിർത്താൽ നിങ്ങൾക്ക് കൂടുതൽ ഹാനി വരുത്തുവാൻ അവർ ശ്രമിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ മിണ്ടാതിരിക്കുന്നതും അവരെ നോക്കി അല്പം പുഞ്ചിരിക്കുന്നതും അവരോട് ഒന്നും പറയാതിരിക്കുന്നതുമാണ് നല്ലത്. കാരണം ആ സമയം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ദേഷ്യം വരും. വീണ്ടും പല വഴികളും കണ്ടെത്തും നിങ്ങളെ കൂടുതൽ അപമാനിക്കാൻ. മറ്റുള്ളവരെ അപമാനിച്ച് സ്വയം ഉയരത്തിലെത്തുവാനും സന്തോഷിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ നമുക്കിടയിൽ തന്നെ ധാരാളം കാണാൻ സാധിക്കും. അതിൽ ചിലർ നമ്മോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കാണും, അല്ലേ? വിവേകമുള്ള ഒരു വ്യക്തിയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കാറില്ല എന്നതാണ് സത്യം. മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലും മാനസികമായി തളർത്തുന്ന രീതിയിലും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാറാണ് പതിവ്. ഇത് പ്രകൃതി നിയമമാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനപ്പെടുത്തിയാൽ അപ്പോൾ അത് സഹിക്കുന്നതാണ് ബുദ്ധി. രണ്ടാമത്തെ തവണ സഹിക്കുന്നത് ഒരു വ്യക്തിയെ വലിയവനാണെന്ന് തെളിയിക്കുന്നു. എന്നാൽ മൂന്നാമതും അപമാനം സഹിക്കുന്നവനോ, അവൻ ഏറ്റവും വലിയ മണ്ടനായിരിക്കും. ഇതല്ലേ സത്യം? അതിനാൽ എപ്പോഴും അപമാനം സഹിക്കുന്നതും ശരിയല്ല. ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ചീഞ്ഞ പൂക്കളിൽ നിന്നല്ലേ ദുർഗന്ധമുണ്ടാകൂ? വിരിയുന്ന പൂക്കൾ എപ്പോഴും സുഗന്ധമാണ് പരത്തുക, അല്ലേ? അതുപോലെ മറ്റുള്ളവരെ അപമാനിക്കുന്ന വ്യക്തികൾ വളരെ ചെറിയ ചിന്താഗതിക്കാരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത്തരം ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാറില്ല. മറ്റുള്ളവരെ തരം താഴ്ത്തി കെട്ടാനായി അപമാനിക്കാൻ ശ്രമിക്കുന്ന നികൃഷ്ടരായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇനി അകന്നു നിൽക്കാൻ കഴിയുന്നില്ല, അതായത് അയാൾ നിങ്ങളുടെ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ കരുത്തനുമാണ്. ചിലപ്പോൾ ഇത് പഠന സ്ഥലങ്ങളിലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ചിലർ ചിലരെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചിലർ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെയുണ്ട്, അതായത് അടുത്ത ബന്ധത്തിൽ തന്നെയുണ്ട്. നമുക്കൊന്നും ചെയ്യാനോ പറയാനോ ആകാത്ത ഒരു അവസ്ഥ. ഇതുപോലെ പലർക്കും ഉണ്ടായിട്ടും ഉണ്ട്. ദേഷ്യവും സങ്കടവും ഒന്നും ചെയ്യാനാകുന്നില്ലല്ലോ എന്ന വിഷമവും കൊണ്ട് ആകെ ഒരു പരവേശം. ഇതിനായി നല്ല ഒരു പരിഹാരം പറഞ്ഞു തരാം. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഉപായം.
ഇത് ഒരു ശത്രുദോഷ കർമ്മമല്ല, വളരെ സരളമായ ഉപാധിയാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം: വ്യാഴാഴ്ച ദിവസം പറ്റുന്ന ഏത് സമയവും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഇരു കൈകളിലും സ്വസ്തിക വരയ്ക്കുക. ഇതുപോലെ വലത് കൈയിൽ വരയ്ക്കാൻ അല്പം പ്രയാസമായിരിക്കും, എങ്കിലും രണ്ട് കൈകളിൽ ഒരേ വലുപ്പത്തിൽ വരയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇരു കൈകളിലും വരച്ച സ്വസ്തികയെ നോക്കി ഇഷ്ടദേവനെ സ്മരിക്കുക. നന്നായി പ്രാർത്ഥിക്കുക. നന്നായി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് കഴുകിക്കളയുക. ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായി തോന്നില്ല, പക്ഷേ ഇത് ചെയ്താൽ വളരെ നല്ല ഫലമായിരിക്കും നൽകുക. വ്യാഴാഴ്ച ദിവസം ചെയ്യാനായി തുടങ്ങുക. കുറച്ച് ദിവസങ്ങൾ മാത്രം ചെയ്താൽ മതി. നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്നവനും അതുപോലെ പരസ്യമായി പരിഹസിച്ച് അപമാനിക്കുന്നവനും നിങ്ങളുടെ മുഖത്ത് പോലും പിന്നെ നോക്കില്ല. നേരെ വിപരീത ഫലം ഉണ്ടാകുമെന്ന് വേണമെങ്കിലും പറയാം. ആരോടും പരാതിപ്പെടാൻ നിൽക്കാതെ തിരിച്ച് ഒന്നും പറയാതെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ പ്രശസ്തിയും വർദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ തടസ്സങ്ങളും ഒഴിവായി കിട്ടും. തീർച്ചയായും ഇത് വിശ്വാസപൂർവം ചെയ്തു നോക്കുക. ഫലം ഉറപ്പ്. തല താഴ്ത്തിയും ക്ഷമിച്ചും ഇരിക്കുന്നത് കൊണ്ട് ബന്ധങ്ങൾ തകരാതെ ഇരിക്കുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാം. എന്നാൽ എപ്പോഴും നമ്മൾ തന്നെ ക്ഷമിച്ചും മാപ്പും പറഞ്ഞും ഇരിക്കണമെങ്കിൽ ആ ബന്ധം നമുക്ക് വേണ്ട. ശരിയല്ലേ? നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു കാണും ഇക്കാര്യത്തെ. ആളുകൾ അവരുടെ താഴെത്തട്ടിലുള്ള, അതായത് അവരിൽ ശക്തി കുറഞ്ഞ, ശേഷിയില്ലാത്തവരോടായിരിക്കും അവരുടെ ശക്തി പ്രയോഗം നടത്തുന്നതും മേൽക്കോയ്മയ്ക്കായി ക്രൂരത കാണിക്കുകയും ചെയ്യുക. എന്നാൽ അവരുടെ ഈ ശക്തിയെ അവരിൽ ഉയർന്നവരോട്, അതായത് നല്ല ധനവാന്മാരോടും ശക്തിയുള്ളവരോടും അവരിത് കാണിക്കാറില്ല. അതുമാത്രമല്ല, അവരെ അനുസരിച്ചും താഴ്ന്നും ബഹുമാനിച്ചും നിൽക്കും. ഏകദേശം ഇതുപോലെ. ശരിയല്ലേ? ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. നമ്മളിൽ താഴ്ന്നവരോട് കരുണാഭാവവും വാത്സല്യവും ദയയും കാണിക്കാതെ നമ്മുടെ ഉയരത്തിൽ നിൽക്കുന്ന സാക്ഷാൽ ജഗദീശ്വരിൽ നിന്നും ഒരു കരുണയും ദയയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.